സമയക്രമം പാലിച്ചുകൊണ്ടാണ് ഇത്തവണ കലോത്സവ വേദികൾ ഉണർന്നത്. കൃത്യം 9:30 DPI എ ഷാജഹാൻ MSP മൈതാനിയിൽ പതാക ഉയർത്തി. 10 മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു. ആകെ 8049 വിദ്യാർത്ഥികളാണ് വിവിധ ക്ലസ്റ്ററുകളിലായി രജിസ്റ്റർ ചെയ്തത്. 546 അപ്പീലുകളുമെത്തി. മന്ത്രിമാരും MLA മാരും അവസാനവട്ട ഒരുക്കങ്ങൾ ഓടി നടന്ന് വിലയിരുത്തി. വർണ്ണാഭമായ ഘോഷയാത്ര കൃത്യം 2:30 രണ്ടാം വേദിയായ കോട്ടപ്പടിയിൽ നിന്നും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി കെ സേതുരാമൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. മുൻ കലോത്സവ ചരിത്രം തിരുത്തിക്കുറിച്ച് 85 സ്കൂളുകളും 44 ഫ്ലോട്ടുകളും അണിനിരുന്ന ഘോഷയാത്രയിൽ കുന്നിടിക്കൽ, വയൽ നികത്തൽ, റോഡപകടങ്ങൾ തുടങ്ങി സമകാലീന വിഷയങ്ങളും വിവിധ കലാരൂപങ്ങളും അണിനിരന്നു. ജനപങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായിരുന്നു ഘോഷയാത്ര. വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷനായ ചടങ്ങ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. കലോത്സവ ജേതാക്കൾക്കുള്ള മണി പ്രൈസ് ഉയർത്തുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഉദ്ഘാടന ശേഷം വേദി 1 മോഹിനിയാട്ടത്തിന് തുടക്കമായി. വേദി 3 ഭരതനാട്യം ആരംഭിച്ചതോടൊപ്പം 4, 9, 12, 13 നമ്പർ വേദികളിൽ മത്സരങ്ങൾക്ക് തുടക്കമായി. അപ്പീലുകൾ കുറവായതിനാൽ മത്സരങ്ങൾ നീണ്ടുപോകില്ലെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. കൗമാരകലയുടെ കാഴ്ചവസന്തത്തിന് തിരിതെളിഞ്ഞു. ഇനി ഉറക്കവും വിശ്രമവുമില്ലാത്ത 7 ദിനരാത്രങ്ങൾ. മലപ്പുറത്തിന്റെ മണ്ണിൽ കലോത്സവത്തെ ഒരു ചരിത്രമാക്കി തീർക്കാനുള്ള ആവേശത്തിമിർപ്പിലാണ് എല്ലാവരും. ടീം ഇന്ത്യ വിഷനു വേണ്ടി ക്യാമറമാൻ ശരത് അമ്പാട്കാവിനൊപ്പം ഫൗസിയ മുസ്തഫ, മലപ്പുറം.